അപ്പോൾ നമ്മൾ ഈ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ് ഗൈസ്. വളരെ മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ റൂമിൽ. മൊത്തത്തിൽ മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളത് അവിടെ നിന്ന് ഇറങ്ങണം. കുഞ്ചു താഴത്തേക്ക് ബാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഹോട്ടലിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ എന്ത് വന്നാലും ഈ ഹോട്ടലിൽ കയറരുത്. കണ്ടോ, കുൽച്ച ലാൻഡ്. വണ്ടി ഇവിടെ താമണ്ടല്ലോ. കേട്ടോ, അതൊന്ന് വെക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. ദൈവമാണോ ഇയാളാണ് പ്രശ്നം? കണ്ടോ പോണണ്ടാവണ്ട, ഇയാളാണ് പ്രശ്നം. സ്റ്റാർ കുൽച്ച ലാൻഡ്. എന്ത് വന്നാലും സുഹൃത്തുക്കളെ ഇവിടെ കയറരുത്. വൃത്തികെട്ട സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട സർവീസാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സർവീസാണ്. പണ്ടാറങ്ങൾ ഇപ്പോൾ കഴിച്ച് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാണ്. ഇതാണ് ഹോട്ടൽ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹോട്ടൽ കുൽച്ച ലാൻഡ്. ഈ സെറ്റപ്പ് വേണ്ട നിങ്ങൾ. ഈ സെറ്റപ്പ് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അതിൻ്റെ മുകളിലൊന്നും റൂമല്ല, ഒക്കെ വെറുതെ ടെറസിൻ്റെ മുകളിലാണ്. ഈ 2 എണ്ണം മാത്രമേ റൂമുള്ളൂ. വളരെ ഷോക സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ ഷോക സർവീസാണ്. ഓക്കെ, അത് ഒരിക്കലും കയറരുത്. അപ്പോൾ അഗൈൻ വെൽക്കം ബാക്ക് ടു മോട്ടോഹോളിക് 390 ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് യാത്ര തുടരാം. ഹെഡിങ് ടു മണാലി. ഓക്കെ, ബാഡ് റിവ്യൂസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ മണാലിക്കുള്ള വിശേഷങ്ങളോട് കിടക്കാം സുഹൃത്തുക്കളെ. നല്ല റോഡ് വന്നു, അപ്പം തന്നെ വീണ്ടും പൊട്ട റോഡായി. ഇന്നലെ തൊട്ട് ഇങ്ങനെയാണല്ലോ ഈശ്വര. പിന്നെ മഴ പെയ്തതുകൊണ്ട് ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയില്ല. അയ്യോ സ്ലിപ്പറി. ഇവിടെ ഒരു 250 കിലോമീറ്റർ ഉണ്ട് മണാലിക്ക്. അതെങ്ങനെയാലും നമുക്കൊന്ന് ഓടി പിടിക്കണം കൈ. റോഡിൻ്റെ അവസ്ഥ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ടം ടം എന്ന് പറഞ്ഞെത്തും. കണ്ട നേരെ കണ്ടാണ്ട നമ്മുടെ എലിവേറ്റഡ് ഹൈവേ വരുന്ന പോലെ ഇവിടെ ഹൈവേ വരുന്നുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സമയം ഒരുപാട് എടുക്കും. അയ്യോ, ഹോട്ടലിൻ്റെ ഓണർ മാലിക് അത്ര. അതുകൊണ്ട് എന്താ പറയുക, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുള്ളൂ. അങ്ങനത്തെ ഒരു രീതിയാണ് കഴിച്ചവരുടെ. വളരെ മോശമാണ്. ഞങ്ങൾ പറഞ്ഞു എന്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണേ. ഫുഡ് കൊണ്ടുവരുമ്പോഴായാലും അല്ലാന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളവരുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോഴായാലും ഒക്കെ പറ്റില്ല. നോ നോ നോട്ട് അവൈലബിൾ, മറ്റേ റോങ്, ഫുൾ റോങ്. അപ്പോൾ ഞാൻ ഒരാൾ പറഞ്ഞു, ഞാൻ ഗൂഗിളിൽ എന്താ പറയുക ബാഡ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞു. നോ പ്രോബ്ലം, യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ. അതേലെ ബിക്കോസ് മാലിക്കുന്നൊക്കെ മറ്റേ സാധനം. മാലിക്കുന്ന എന്തായാലും ജാതിയുടെ വരണോ എനിക്കറിയാൻ പാടില്ല കൈസ്. എന്നിട്ടായാലും വളരെ മോശമാണ് ഇങ്ങനെയൊക്കെ ഒരു ഹോട്ടലിൽ നടത്തി കൊണ്ടുപോകുമ്പോൾ. ആൾ മെയിനായിട്ട് ആൾ ഫുഡ് റെസ്റ്റോറൻ്റാണ് മെയിനായിട്ട് ആൾ ഫോക്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നണേ. സ്റ്റേ പിന്നെ ഇങ്ങനെ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ സ്റ്റേ കൊടുക്കുക. പൈസയ്ക്കാണ് കേട്ടോ, ഫ്രീ ആയിട്ടൊന്നല്ല. എന്നിട്ടാണ് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നിൽക്കണേ. എന്നിട്ടാണ് അയാൾ ഇമാര് വർത്താനൊക്കെ. ചേതകൂടൊക്കെ ചേതു അതല്ലാട്ടെ ഇത് ചേതക്. ഹിമാചൽ പ്രദേശിലെ ട്രഡീഷണൽ ബസ് വരുന്നു കൈസ്. സാധനം നോക്കിയേ, എന്തപ്പത്. കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഒരു കാര്യം പറയാം. സേവ് മുല്ലപ്പെരിയാർ, സേവ് കേരള ഗൈസ്. ഞാനിത് എല്ലാ വീഡിയോസിലും ഇടുമ്പോൾ എനിക്ക് കുറേ പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ടായി.
എന്തിനാണ് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണല്ലോ, നീ വിചാരിച്ച് എന്ത് നടക്കാനാ, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. വെഗീനം ടെലിയും സേവ് മുല്ലപ്പെരിയാർ സേവ് കേരള. എന്നോട് ഇവിടെ വരുന്ന വഴിക്ക് കുറേ ആൾക്കാർ ചോദിക്കട്ടെ വാട്ട് ഈസ് മുല്ലപ്പെരിയാർ എന്ന് പറയും. മുല്ലപ്പെരിയാർ ഇസ് വൺ ഓഫ് ദ വീക്കസ്റ്റ് ഡാം ഇൻ ഇന്ത്യ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിടച്ചു കൊടുക്കും. ഓ ഐ സി ഇതൊക്കെ പറഞ്ഞിട്ട് അവർ മറ്റേ പ്ലഗായ സീനി. എന്നിട്ട് ഗൂഗിളിലൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. നല്ല റോഡ് തുടങ്ങിയിട്ടുണ്ട്, എന്തേലും ആവട്ടെ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഹോട്ടലിൻ്റെ വിശേഷങ്ങളൊക്കെ. ഇനി നമുക്ക് മണാലിയിലുള്ള വിശേഷങ്ങളോട് കിടക്കാം അല്ലേ. ഇവിടെ ഒരു സാധനം കൊടുത്തിരിക്കണേ. ഹിമാചലിലെ റോഡിൻ്റെ അവസ്ഥ വളരെ പെത്തറ്റിക് ഉണ്ട് ഗൈസ്. വളരെ പരിതാപകരം പിടിച്ചൊരവസ്ഥയാണ്. നോക്കി നിങ്ങൾ മൊത്തത്തിൽ കുറേ നേരം ഇത് തുടങ്ങിയിട്ട്. ഞാൻ നല്ല റോഡ് എത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാ. പിന്നെ നോക്കുമ്പോഴേ നല്ല റോഡ് എത്തണില്ല. ഒരു 50 മീറ്റർ ടാറുണ്ടെന്നുണ്ട് വെച്ചാൽ ഒരു 5 കിലോമീറ്റർ ഇങ്ങനെയാണ്. ആ മൂടാണ്. അതും ചളി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഇഷ്ടക്കാരനൊക്കെ. ചളി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഒരു കാലിയാ കാണിച്ചാൽ കണ്ട. ഇതൊക്കെ അയ്യോ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് അടിച്ചതാ. നോക്കിയേ ആ ഷൂവിൻ്റെ ഒരു അവസ്ഥ നോക്കിയേ. നറുനാശമായിട്ടുണ്ട്. വളരെ മോശം കഴിച്ചു. മഴനായതുകൊണ്ട് മറ്റേ കട്ട ടയറായതുകൊണ്ട് വലിയ സ്ലിപ്പാകാണ്ട് ഇങ്ങനെ പോണു. അല്ല സ്പോർട്സ് ബൈക്കൊക്കെ ആണെങ്കിൽ കറക്റ്റാ. എടുത്തുകൊണ്ട് കണ്ട ടാറുണ്ട് ഇപ്പോട്ടോ. കഴിഞ്ഞു, ടാറ് കഴിഞ്ഞു. വീണ്ടും വിളി തുടങ്ങി. കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള സ്വഭാവങ്ങൾ വളരെ മോശമാണ് ഗൈസ്. അതുതന്നെയാണ് പുതിയ ഹൈവേ. ആവോ അയ്യോ സ്ലിപ്പായതാണ്ടോ. സ്ലിപ്പറി എന്നൊക്കെ പറഞ്ഞ മറ്റേ സീന വയസ്സ്. എന്തായി എന്നാലും നമ്മുടെ കേരള പോയാ പോയില്ലേ പന്നപ്പട്ടി. അതെ അതെ പന്നപ്പട്ടി ഓടിപ്പിക്കലുണ്ടാവും കോപ്പ്. എന്തിട്ട് ചെയ്യണേ? ബാക്കില്ല. റോഡ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അപ്പി റോഡാണ് ഗൈസ്. വണ്ടിയാണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീലൊരു വഴിക്ക് ബാക്ക് വീലൊരു വഴിക്ക്.
അയ്യോ ചളി കിളി. ഡോറടഞ്ഞിട്ടില്ലല്ലോ, ഒന്ന് പറഞ്ഞോ. ഡോർ കുറെ ചേതക്ക് ഉണ്ട് കേട്ടോ അവിടെ. ചേതക്കിന്റെ 5 കളി അവിടെ. അമ്മേ വണ്ടി വൺ സ്ലിപ്പറാണ് കൈ. ബ്രേക്ക് പിടിച്ച ബൂന്ന് പറഞ്ഞ അങ്ങോട്ട് പോണേ. സീനാ. അയ്യോ ഇതൊരു വീഴ്ചയ്ക്കുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഭയങ്കര പശുള്ള മണ്ണ. അയ്യോ പക്ഷെ എന്റെ കുഞ്ചത് വീഴൂടാ. എന്റെ മോനെ ഓഫ് റോഡ്. ചെളി എറിച്ചിട്ട് ആക്സസുകാരൻ്റെ ഒക്കെ ഒരു അവസ്ഥ. ഡാർക്ക് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഡാർക്ക് റോഡ് കേട്ടോ. അയ്യോ ബെസ്റ്റ് എന്തോ പണി കിട്ടിട്ടോ. താന്നിട്ട് നോക്കിയേ, താവണം പന്നിയോള് സ്ലിപ്പായിട്ടേ നേരെ കാനേക്ക് പോയുന്നുണ്ട്. അമ്മാരി സ്ലിപ്പറാണ് കഴിച്ച് ഷീന. 13 ക്യാമ്പ് അല്ലേ? ഇന്ത്യൻ ആർമിയുടെ വരില്ല. ഇന്ത്യൻ ആർമി അങ്ങടല്ലേ? ഇന്ത്യൻ ആർമി അങ്ങടെ ഇറക്കി. ടാറിൽ ടയർ മുട്ടിയപ്പോ ഒരു ആശ്വാസം. വീണ്ടും 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 അയ്യോ എന്തിനു വെറുതെ ഓർമ്മയിലൂടെ ഒഴുകുന്നു. അതിൻ്റെ ഇടയിൽ ബസ്സുകാരൻ്റെ ഒരു ബസ് സ്റ്റോപ്പ്. എന്തൊക്കെ സീനല്ലേ. ജയ് ബാബ. അറിയില്ല. നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ നമ്മളെ പരിചയപ്പെട്ടു. പുള്ളിക്കാരനെ നമ്മുടെ സബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ആളും ഇങ്ങനെ റൈഡ് ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ആൾ പുള്ളിക്കാരെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക്. അത് നമ്മളെ സബ് ചെയ്തുകൊണ്ടിരിക്കണം. കുഞ്ച് സെറ്റാക്കി കൊടുക്കേണ്ട ആൾക്ക്. ഇതൊക്കെ ഒരു ഹാപ്പിനെസ് അല്ലേ ഗൈസ്. ശരി, ഓക്കെ. മണാലി എത്തിയിട്ട് ഇനി ബാറ്ററി പണി പോളൂ. ബാറ്ററി വൺ ഷോക്കാണല്ലോ, സെൽഫ് അടിയണല്ലോ. നമ്മളത്തെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഇന്ന് മൊത്തത്തിലൊരു ശോകം ഡേ ആണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നമ്മളിത് പാലംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. അപ്പോഴാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ റൈറ്റ് സൈഡിൽ സസ്പെൻഷൻ്റെ ഓയിൽ സീൽ പോയി, കഥം ഹോകയാ. അതേപോലെ തന്നെ കോൺസെറ്റ് ഒന്ന് ലൂസായിട്ടുണ്ട്. ഇത് രണ്ടും സെറ്റ് ചെയ്യാണ്ട് മണാലി റോത്തങ്ങിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പണി കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ പ്ലാൻ ബി ഇട്ടിട്ട് ഇതിപ്പോൾ ഒന്ന് റെഡിയാക്കാൻ ഷോറൂം തപ്പി നോക്കിയിട്ടുണ്ട്. നമ്മളൊരു 30 കിലോമീറ്റേഴ്സിൽ ഷോറൂം കിട്ടും. അപ്പോൾ ആ ഷോറൂമിൽ കയറ്റി ഈ സംഭവം രണ്ടും റെഡിയാക്കണം. കോൺസെറ്റ് ഒന്ന് റൈറ്റ് ആക്കണം. അതേപോലെ തന്നെ ഈ സൈഡത്തെ സസ്പെൻഷൻ ഓയിൽ സീൽ പോയിട്ടുണ്ട്, അതൊന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് ഓയിൽ പുറത്തേടി തുടങ്ങിയേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഇപ്പം ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ പ്രത്യേക ഒരു കറുപ്പ് കളർ അവിടെ മാത്രം നോക്കുമ്പോൾ ഈസി. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. ഇവ പോവുകയെ ഏതാ മൂട്. അപ്പോൾ അത് രണ്ടും റെഡിയാക്കണം. എന്നിട്ട് വേണം സുഹൃത്തുക്കളെ നമ്മുടെ മണാലിയിലോട്ടുള്ള യാത്ര തുടങ്ങാൻ. ചിലപ്പോൾ എനിക്ക് തോന്നിയില്ല ഇനിയിപ്പോൾ ഇന്ന് തന്നെ കിട്ടുന്നുള്ളൂ. ഇന്ന് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങും. അതർവൈസ് നമ്മളിവിടെ സ്റ്റേ നോക്കില്ല. സൈഡ് സ്റ്റാൻഡ് പറഞ്ഞതാ, സൈഡല്ല സെൻറ്റർ. ഫുൾ ലോഡായതുകൊണ്ട് കെടുത്തി കഴിയുമ്പോൾ ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ സെൻറ്റർ സ്റ്റാൻഡ് ഒരു രക്ഷയില്ല. ഒരു ഊട്ടി മൂന്നാറെത്തി ഫീലല്ലേ തേയിലകളെ കാണുമ്പോൾ. പാലംപൂർ എന്ന് പറഞ്ഞ സ്ഥലമാട്ടാ. ഇവിടെ ഇപ്പം ടോയ് ട്രെയിൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഊട്ടിയിലുള്ള കുറേ അതിനോട് റിലേറ്റ് ആയിട്ടുള്ള പല സംഭവങ്ങളും പാലംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കേട്ടോ. ഹിമാചലിൻ്റെ ടോയ് ട്രെയിൻ ഓടുന്നത് ഇവിടുന്ന അടിപൊളി ഒരു സ്പോട്ടാ. ഞങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ടോയ് ട്രെയിനിൽ കാണിക്കാം. എന്താണോ ഈ പൂവിൻ്റെ പേര്? നല്ല ഭംഗിയാണ് കാണാൻ പൈസ. അതിൻ്റെ കളർ അടിപൊളി, നല്ല വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ വയലറ്റ്, ആ ഒരു ലൈൻ കളറാണ് കൈസ്. ഈ ഏരിയൊക്കെ നോക്കിയേ, നമ്മുടെ പൈൻ ഫോറസ്റ്റ് ഒക്കെ പോലല്ലേ തോന്നിപ്പിക്കണല്ലേ. പൈനല്ല കേട്ടോ, പക്ഷേ പൈനഞ്ഞ തോന്നുന്നുണ്ട്. പൈനഞ്ഞ പക്ഷെ നമ്മുടെ അടുത്ത് അത്ര തിക്ക് പൈനല്ല, വേറൊരു ടൈപ്പ് പൈനാ തോന്നണം. ഒരു 2-2.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ ഷോറൂമിലേക്ക് എത്തൂട്ടോ എന്തായാലും. എന്നിട്ട് അവിടെ എത്തി അറിയാം എന്താ കഥ എങ്ങനെയാന്നൊക്കെ. നമുക്ക് വണ്ടി ഒന്നും കിട്ടില്ല എന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ സ്റ്റേ പിടിക്കണം കേട്ടോ. 300-400 രൂപയ്ക്ക് റൂം കിട്ടുമെന്ന് നോക്കണം. ബർഗെയിനിങ് ഒരു രക്ഷയില്ല. വണ്ടിക്ക് ഇനി എത്രയാണാവോ പടച്ചോനെ. കോൺസെപ്റ്റ് ടൈറ്റ് ചെയ്യാം തൽക്കാലം. പിന്നെ അതേപോലെ ഓയിൽ സീൽ മാറാം. പിന്നെ 2 ബുഷ് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ മണ്ണടിച്ച് ഓയിൽ സീൽ പോയത്. അതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചോ. അതുകൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാറണം കൈസ്. അതിനൊക്കെ അവരുടെ സ്റ്റോക്ക് ഉണ്ടെന്തോ. ഇതാണോ അത്യാവശ്യം നല്ല ഷോറൂം തോന്നണു.
ഇറങ്ങിയ നമ്മളങ്ങനെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. പിന്നെ നമ്മുടെ വണ്ടി ഫുൾ സെറ്റാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, ഇതായിരുന്നു പോയത്. നമ്മൾ മാറ്റി രണ്ടും ബുഷും മാറ്റി, കോൺസെപ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു, ഫൺ സെറ്റായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6:45-7 മണി ആവാനായിട്ടുണ്ട്. പക്ഷേ ഇവരാണെങ്കിൽ അടിപൊളി സപ്പോർട്ട് ഇടുന്നത്. പുള്ളിയാണ് മെക്കാനിക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുൾ സെറ്റപ്പാണ്. നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു കിട്ടും അവർ. വീട്ടിൽ പോകേണ്ട ആൾക്കാരാണ്, പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു തന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് മണാലി പിടിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. ഇവിടെ നിന്നാണെങ്കിൽ ഫുൾ ബാഡ് റോഡ്സ് ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്താ അവസ്ഥ ഒന്നും അറിയില്ല. എന്തായാലും നോക്കട്ടെ. ഓക്കെ, ഇവിടുന്ന് ഇറങ്ങട്ടെ. അതൊന്ന് തല്ലി കേട്ടോണ്ടാ. അയ്യോ കുഴി. നമ്മളിതാ ഷോറൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ മണ്ടി ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മുടെ യാത്ര. മണ്ടി ലാസ്റ്റ് മണ്ടനാവും എന്തോ. ഞാൻ പറഞ്ഞാൽ ഇന്നത്തെ ഡേ വളരെ ഷോകം ഡേ ആയിരുന്നു കഴിച്ച്. റൂമിലെ സീന് രാവിലെ എണീച്ചത് തന്നെ ആ പന്നി കിടന്ന് കിഴിക്കിട്ടടിച്ചിട്ടാ. അതേപോലെ തന്നെ വണ്ടിയുടെ സീന് മൊത്തത്തിൽ ഒരു ചടച്ച ഡേ ആയിരുന്നു ഒന്ന്. പക്ഷെ നമ്മളത് ഗുഡ് ഡേ ആക്കി മാറ്റണം. ഇതാണല്ലോ നമ്മുടെ ഒരു വൈബ്. ചെയിൻ ലൂസായിട്ടുള്ളോ? ചെയിൻ കൂടി ടൈറ്റ് ചെയ്താൽ മതിയായിരുന്നു. അത് പറഞ്ഞു, ഈ ചെയിൻ പിന്നെ ഞാൻ തന്നെ ടൈറ്റ് ചെയ്യാം. എനിക്കറിയാം ടൈറ്റ് ചെയ്യാൻ, ബാലൻസ് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ എനിക്കറിയാം. ഒരു 40 കിലോമീറ്റർ വളരെ ഷോക റോഡാണെന്ന് പറഞ്ഞത്. എന്തായാലും ആ 40 കിലോമീറ്റർ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് കവർ ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ നാളെ മണാലിയിൽ സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. മണാലിക്ക് പോകേണ്ട കേസ് നാളെ നമ്മൾ ലേറ്റ് ആയിട്ട് അവിടെ എത്തുക. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഷോകാവില്ലേ, വീഡിയോ എടുക്കാൻ നടക്കില്ല. ഓ നമുക്കറിയാപ്പോ. ഏരിയ അടിപൊളിയായില്ലേ? നോക്കി മരങ്ങളൊക്കെ ആയിട്ട് ഒരു രസമായിട്ട് കാണാൻ. ഒരു തമിഴ്നാട് ഫീല്. ബ്യൂട്ടി. പക്ഷെ എൻ്റെ മോനെ ഏതാ ഹിൽസ് നോക്കി. അങ്ങ് ദൂരെ നമുക്ക് മറ്റേ മഞ്ഞുമല കാണാൻ പറ്റൂട്ടാ. മണാലി മഞ്ഞുമലകൾ. ലോറിനൊക്കെ മഹേന്ദ്ര ബ്ലാസോ ഷോഗമേഷ് നൈസും. മഴ അടിക്കുന്നുണ്ട് കേട്ടോ. മഴ നന്നായി പെയ്താൽ നമുക്ക് പണി പാടും. വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ലഗേജൊക്കെ നനയും, നമ്മൾ നനയും. റെയിൻകോട്ടൊക്കെ ഇൻസൈഡ് മൈ ബാഗ്. ഷോ അതെടുക്കാനോ ടാസ്ക് ആയിരിക്കും. മഴ പെയ്താൽ മുഞ്ചു. പാരൽ ബ്ലൂ. നമ്മള് പോയിക്കൊണ്ടിരിക്കാട്ടോ. ഇപ്പോഴൊന്നും സെറ്റായിട്ടില്ല വരണ. പക്ഷേ റൂംസ് ഒന്നും കാണാനില്ല. റൂം എടുക്കാനുള്ള പ്ലാനായി, പക്ഷെ റൂമൊന്നും കാണാനില്ല സുഹൃത്തുക്കളെ. പെട്ടൊരവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് പെട്ടു പോകുന്നൊരു പേടി. എന്തായാലും റൂം എടുക്കാൻ തീരുമാനിച്ചു. റൂം എടുത്തിട്ട് കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് നാളെ നേരത്തോടു കൂടി എനിക്ക് മണാലിയെ പിടിക്കാം. ആ കാണുന്നത് റൈറ്റ് സൈഡിൽ റൂമാവോ? അത് റൂമാവോ? എവിടെ? എത്രയാന്ന് മുട്ടി നോക്കിയേ?